നമ്മുടെ സ്ലാബും കാര്യങ്ങളൊക്കെ നമുക്കതിലേക്ക് വരാം. 2 സ്കീമാണ് ഇന്നിപ്പോൾ. അടുത്ത വർഷങ്ങളിൽ ഒരു പേ റിവിഷൻ വരികയാണെങ്കിൽ ആ പേ റിവിഷനിലൂടെ ലംസമായിട്ട് KCB നമ്മുടെ പ്രതീക്ഷ മാത്രമാണ് പേ റിവിഷൻ എന്തായാലും. അപ്പോൾ പേ റിവിഷൻ വരുവാണെങ്കിൽ അതിലൂടെ വരാവുന്ന പേ റിവിഷൻ അരിയറൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് ഒരു വർഷം വരുമ്പോൾ അത് മുൻ വർഷങ്ങളിലേക്ക് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഫോം 10 ആക്കണമെങ്കിലും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ നമ്മൾ മുൻവർഷങ്ങളിലെ അരിയറിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഏത് തലത്തിൽ നോക്കിക്കഴിഞ്ഞാലും വീണ്ടും വേറെ പ്രയോജനങ്ങളുണ്ട്. നമ്മുടെ കൃത്യമായ ഒരു അഡ്രസ് പ്രൂഫാണ് അതുകൂടാതെ എംബസികളുടെയൊക്കെ വിസ പ്രോസസ്സ് ചെയ്യുമ്പോൾ ITR ഫയൽ ചെയ്ത് റിട്ടേൺ ചോദിക്കാറുണ്ട് EC പ്രോസസ്സിങ്ങിനായിട്ട്. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളും നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്. കേവലം നമ്മളുടെ മാൻഡേറ്ററി ആയതുകൊണ്ട് മാത്രമല്ല, ഒരു പൗരനെന്ന നിലയിൽ തീർച്ചയായും ഇതുകൊണ്ട് ഒത്തിരിയധികം പ്രയോജനങ്ങൾ നമുക്ക് ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായും റിട്ടേൺ ഫയൽ ചെയ്യുക തന്നെ വേണമെന്നുള്ളതാണ് ഏറ്റവും അനിവാര്യത. ഇനി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന ഇതിലൊരു ക്ലാസ്സിലൊരു പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു, ഇതിൽ 50% പേര് സ്വയം റിട്ടേൺ ഫയൽ ചെയ്യുന്നവരായിരിക്കും. അവർക്ക് ചിലപ്പോൾ ബോറടിക്കാൻ ഞാൻ പറയുന്നത് ക്ലാസ് എങ്കിലും ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. തുടക്കം മുതൽ തുടങ്ങാം. ഇതിൽ ഇൻകം ടാക്സിൽ രജിസ്റ്റർ ചെയ്യാത്തവർ ആദ്യം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ നമ്മുടെ പാൻ നമ്പർ ഉപയോഗിച്ച് ഇൻകം ടാക്സ് സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. അതിനുള്ള സൈറ്റാണ് www.incometax.gov.in. പണ്ട് ഇൻകം ടാക്സിൻ്റെ ഫയലിംഗ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഇതാണ്. incometax.gov.in എന്ന സൈറ്റിൽ കയറുക. സൈറ്റ് കയറുമ്പോൾ ഈ പറയുന്ന ഒരു സ്ക്രീനായിരിക്കും നമുക്കവിടെ കിട്ടുക. അതിൽ ഞാനിത് വീഡിയോ ആണ്, കാരണം എൻ്റെ പാൻ രജിസ്റ്റർ ചെയ്ത് പോയത് കൊണ്ട് ലൈവായിട്ടത് കാണിക്കാൻ നിർവാഹമില്ല. അതിൽ ഇൻകം ടാക്സിൻ്റെ തന്നെ ഒരു ഡെമോയാണ് ഇതിന് അവതരിപ്പിക്കുന്നത്. അവിടെ മുകളിലെ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. അതിൽ പറയുമ്പോഴേക്ക് ഇൻകം ടാക്സിൻ്റെ പാൻ നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കണം, ലാസ്റ്റ് നെയിം എൻട്രി ചെയ്യുക. ഇതിൽ ലാസ്റ്റ് നെയിമിൻ്റെ കാര്യത്തിൽ പലർക്കും നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബുദ്ധിമുട്ട്, ഈ ഇൻകം ടാക്സ് ഒക്കെ എപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകളൊക്കെ വടക്കേ ഇന്ത്യക്കാരെ നോർത്ത് ഇന്ത്യൻസിനെ അധികരിച്ചുള്ളതാണ് വരുന്നത് പലപ്പോഴും. അതുകൊണ്ടൊക്കെയാണ് അവരുടെ പേരിൻ്റെ കൂടെ എപ്പോഴും ഒരു സർനെയിം ഉണ്ടാകും, ലാസ്റ്റ് നെയിം എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ പലർക്കും അതുണ്ടാവില്ല, കുറേ വിഭാഗങ്ങൾക്കുണ്ട്. പക്ഷെ പലർക്കും സർനെയിം എന്നുള്ള രീതിയിലേക്ക് ഉണ്ടാകണമെന്നുമില്ല. അപ്പോൾ ഈ സർനെയിമിനെ ആധാരപ്പെടുത്തിയാണ് വരുന്നത്. ഈ പാൻ നമ്പർ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുമ്പോൾ അയാൾക്കൊരു സംശയം ഉണ്ടാകും, ഈ പറയുന്ന ലാസ്റ്റ് നെയിം ഏതായിരിക്കണം. ഈ ലാസ്റ്റ് നെയിം കറക്റ്റായിട്ട് ഇവിടെ കൊടുത്താൽ മാത്രമേ ഇത് രജിസ്ട്രേഷൻ വാലിഡ് ആവുകയുള്ളൂ. ഇപ്പോൾ പലർക്കും ഇപ്പോൾ നമ്മളിപ്പോൾ ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്തായിരിക്കും പേര് കൊടുത്തിട്ടുണ്ടാകുന്ന, ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്ത് ലാസ്റ്റ് ടൈം അപ്പോഴേതാണ് കൊടുത്തതെന്ന് അറിയില്ല. അത് അറിയാനുള്ള ഒരു എളുപ്പ വഴി നമ്മുടെ ഇൻകം ടാക്സിൽ പാൻ നമ്പർ സപ്പോസ് APRPS 0288J ഇങ്ങനെ വരുന്ന ഒരു ഡിജിറ്റാണ് വരുന്നത്. ഇതിൽ 5ാമത്തെ ആൽഫബറ്റ് APRPS, ഈ 5ാമത്തെ ആൽഫബറ്റ് വരുന്നത് ഏത് ലെറ്ററിലാണോ അതായിരിക്കും നമ്മളിത് കൊടുത്തിട്ടുള്ള സർനെയിം 5ാമത്തെ ലെറ്റർ. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. APRPS എന്നുള്ളതിൽ ഈ എസ് എന്ന് പറയുന്നതായിരിക്കും നമ്മൾ കൊടുത്തിട്ടുള്ള സർനെയിം. വ്യക്തമായോ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് വ്യക്തമായോ? അതായത് ഉദാഹരണമായിട്ട് ഒരു പേര് പറയുകയാണെങ്കിൽ കുമരത്ത് പത്മകുമാർ നായർ എന്നാണ് ഉള്ളതെങ്കിൽ ഇരിക്കട്ടെ. അപ്പോൾ അദ്ദേഹം നായർ എന്നുള്ളതാണ് സർനെയിമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പാനിൻ്റെ 5ാമത്തെ ആൽഫബറ്റ് N എന്നായിരിക്കും. ഇനി പത്മകുമാർ എന്നാണ് പുള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ 5ാമത്തെ ആൽഫബറ്റ് P എന്നായിരിക്കും. എങ്ങനെ K വീട്ടുപേരുമൊക്കെ ചിലർ പെട്ടുപോകാറുണ്ട് ഈ ലാസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുന്ന സമയത്ത്, പാൻ എടുക്കുന്ന സമയത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ 5ാമത്തെ ആൽഫബറ്റ് K ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ലാസ്റ്റ് നെയിം എന്നുള്ള അത് മാത്രമേ മാൻഡേറ്ററി ഉള്ളൂ, അത് കൊടുക്കാനായിട്ട് സാധിക്കും. തുടർന്ന് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മെയിലോ ഫീമെയിലോ എന്ന് കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക. തുടർന്ന് വരുന്നത് ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ പ്രൈമറി മൊബൈൽ നമ്പർ, നമ്മൾക്കുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക.
അത് ബിലോങ്സ് ടു ആർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാണ് അടുത്തതായിട്ട് കൊടുക്കേണ്ടി വരിക. മൊബൈൽ നമ്പർ എൻട്രി ചെയ്യുന്നു. ആരുടെ? സെൽഫ്, നമ്മുടേതാണെങ്കിൽ സെൽഫ്. താഴെ കൊടുക്കേണ്ടത് നമ്മളുടെ ഇമെയിൽ ID. അത് നിർബന്ധമാണ്. ഇൻകം ടാക്സ് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ഇമെയിൽ ID വേണം. ഇമെയിൽ ID കൊടുത്തതിന് ശേഷമാണ് തുടർന്ന് നമ്മൾ പോസ്റ്റൽ അഡ്രസ്സിലേക്ക് പോകുന്നത്. പോസ്റ്റൽ അഡ്രസ്സ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. തുടർന്ന് 2 OTP വരും. ഒരു OTP ഇമെയിൽ ID-യിലേക്കും ഒരു OTP നമ്മുടെ ഫോൺ നമ്പറിലേക്കും വരും, ഫോണിലേക്കും. കാരണം ഈ രജിസ്ട്രേഷൻ്റെ സമയത്താണ് നമുക്ക് 2 OTP-കൾ വരുന്നത്. പിന്നീട് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫൊർഗോട്ട് പാസ്വേഡൊക്കെ വരുമ്പോൾ തീർച്ചയായും നമ്മൾക്ക് ആധാറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ മൊബൈൽ നമ്പർ മാത്രം മതിയാകും. പക്ഷേ ആദ്യമായിട്ട് ഇൻകം ടാക്സ് സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ 2 ഡീറ്റെയിൽസും കൊടുക്കണം. മൊബൈൽ നമ്പർ വേണം, ഇമെയിൽ ID വേണം. ഈ 2ലേക്ക് ഒരു OTP വരും. അത് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കണം. OTP വരുന്നു. അത് നമ്മൾ ആ 2 ഇതിലേക്ക് എൻട്രി ചെയ്ത് കൊടുക്കുന്നു. മെയിലിലേക്കും വരും, ഫോൺ നമ്പറിലേക്കും വരും. കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫില്ല് ചെയ്തെല്ലാം കാണുന്നതിനായിട്ട് ഒരു സ്ക്രീൻ വരും, വെരിഫൈ ഡീറ്റെയിൽസ്. നമ്മൾ ഇത്തരം കൊടുത്താൽ നമുക്ക് വെരിഫൈ ചെയ്യുന്നതിനായിട്ടാണ്. നമ്മൾ കൊടുത്തിരുന്നതെല്ലാം കറക്റ്റാണോ എന്ന് കാണിക്കും. അതിൽ പാൻ നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതെല്ലാം അടുത്ത സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും. വെരിഫൈ ചെയ്യാം നമുക്കത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, അതിൽ എഡിറ്റ് ചെയ്ത് വീണ്ടും കറക്റ്റ് ചെയ്യാം. ശേഷം കൺഫേം, താഴെ മൂലക്കുള്ള കൺഫേമിൽ കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു സെക്യൂർ അക്കൗണ്ടിൽ സെറ്റ് പാസ്വേഡാണ് പറയുന്നത്. ഈ പാസ്വേഡ് എന്താണെന്ന് തുടർന്ന് വിശദീകരിക്കും. പാസ്വേഡ് കൊടുക്കുന്നു. ഈ പാസ്വേഡ് എന്ന് പറയുമ്പോൾ ആൽഫബറ്റ് ഉണ്ടാകണം. അതിലൊരു സ്മോൾ ലെറ്ററോ ക്യാപിറ്റലോ ലെറ്റർ ആയിരിക്കണം. ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഒരു ന്യൂമറൽ ഉണ്ടായിരിക്കണം. അതായത് ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ ABCD എന്ന് പറയുന്നതിൽ ഏതെങ്കിലും ഉണ്ടായിരിക്കണം. ABCD എന്ന് പറയുന്നതിൽ ഒരു ABCD എന്നോ അല്ലെങ്കിൽ നമ്മുടെ പേരോ എന്തോ ആകട്ടെ, പക്ഷെ അതിൽ ഒരെണ്ണം ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വലിയ അക്ഷരത്തിലായിരിക്കണം ഒരെണ്ണം, അതായിരിക്കണം. അതുകൂടാതെ അതോടൊപ്പം ഉണ്ടാകേണ്ട നിർബന്ധമായിട്ട് വേണ്ട ഒന്നാണ് നമ്പറുകൾ. 1, 2, 3, 4, 5 എന്നുള്ളതിൽ ഏതെങ്കിലും 2, 3 നമ്പറുകൾ ഉണ്ടാകണം. കൂടാതെ സ്പെഷ്യൽ ക്യാരക്ടർ, സ്റ്റാറോ @ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉൾപ്പെട്ടതായിരിക്കണം. ഈ ഒരു കോമ്പിനേഷൻ നിർബന്ധമായിട്ട് അതിൽ വേണമെന്നുള്ളതാണ്. അത് എൻട്രി ചെയ്ത് കൊടുക്കുക. കൺഫേം ചെയ്യണം. 2 പ്രാവശ്യം അടിക്കുക, നമ്മൾ അടിച്ചത് മാറിപ്പോയിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായിട്ട്. പാസ്വേഡ് പോളിസിയാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 8, ഏറ്റവും കുറഞ്ഞത് 8ഉം മാക്സിമം 14 ക്യാരക്ടർ വരെ ആകാം. അടിച്ച ആ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കുറഞ്ഞത് 8 എണ്ണം വേണം. അപ്പർ കേസ്, ലോവർ കേസ്, വലിയ അക്ഷരവും ചെറിയ അക്ഷരങ്ങളും വേണം. അറ്റ്ലീസ്റ്റ് 1 നമ്പർ, ഏതെങ്കിലും ഒരു നമ്പരെങ്കിലും 1, 2, 3 അക്ഷരക്രമത്തിൽ വേണം. പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം. ഇത്രയുമാണ് ഈ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ വേണ്ടത്. അതുകൂടാതെ നമുക്ക് സെറ്റ് യുവർ പേഴ്സണൽ മെസ്സേജ് ഉണ്ട്. ആ പേഴ്സണൽ മെസ്സേജ് എന്ന് പറയുന്നത് നമുക്ക് എന്തും അതിൽ അടിക്കാം. പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ, അല്ലെങ്കിൽ ഐ ആം ആൻ ഇന്ത്യൻ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള എന്തും നമ്മുടെ പേരടിച്ചു കൊടുക്കുക. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈറ്റുകൾ പലപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോൾ, ഇൻകം ടാക്സ് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ഒഫീഷ്യൽ സൈറ്റാണോ, നമ്മൾ കയറേണ്ട നമ്മുടെ സൈറ്റിൽ തന്നെയാണോ? കാരണം ഒത്തിരി അധികം ഇന്ന് ഫിഷിങ്ങും മറ്റുമൊക്കെ നടക്കുന്നൊരു സമയമാണതിൽ. മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. നമ്മുടെ കാര്യങ്ങളൊക്കെ ചോർത്തിയെടുക്കുന്നതിന് വേജ സൈറ്റുകൾ ഒത്തിരിയുണ്ട്. അപ്പോൾ അതറിയുന്നതിനായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന മെസ്സേജ് നമ്മളുടെ പാസ്വേഡ് വെച്ച് എപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോഴും അവിടെ ഇവിടെ പ്രത്യക്ഷപ്പെടും. ഈ സാധനം നമ്മൾ അടിച്ചു കൊടുക്കണം. നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ മിക്കവാർക്കും പേർക്ക് കിടക്കുന്ന ലോഗിൻ എന്നായിരിക്കും. നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ലോഗിനാണ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്. താഴെ നമ്മൾ ക്ലിക്ക് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് വരുമ്പോഴേക്ക് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പേഴ്സണൽ മെസ്സേജ് നമ്മൾ അടിച്ചു കൊടുക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. തുടർന്ന് കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടോ, ഈ ഒരു സ്ക്രീനിലേക്കാണ് വരുന്നത്. നമ്മൾ സ്ക്രീൻ തുറക്കുമ്പോൾ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ, നമ്മൾ അവിടുത്തെ കൊടുത്ത മെസ്സേജ് ആദ്യം വരും. പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ OTP ഓൺ മൊബൈൽ നമ്പർ, ആധാർ. ഇനി ലോഗിൻ ചെയ്യണമെങ്കിൽ, ഈ കിട്ടിയത് വെച്ച് ലോഗിൻ ചെയ്യണമെങ്കിൽ തുടർന്ന് നമ്മുടെ മൊബൈലിലേക്ക് OTP വന്ന് കഴിഞ്ഞായിരിക്കും നമ്മൾ ലോഗിൻ ചെയ്യുന്നത്.
രണ്ട് രീതിയിൽ ഓപ്റ്റ് ചെയ്യുക. OTP വെച്ച് മൊബൈൽ രജിസ്റ്റർ ചെയ്യുന്നതിനും പാസ്വേഡ് വെച്ചാണെന്ന് ഓപ്റ്റ് ചെയ്യുക. അതിൽ ഓപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പാസ്വേഡിലേക്ക് പോയി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ഈ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ സിമ്പിളാണ്. incometax.gov.in എന്ന സൈറ്റിൽ കയറുന്നു. മുകളിൽ മൂലയ്ക്കുള്ള രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ പാൻ നമ്പർ അടിച്ചു കൊടുക്കുന്നു. കൃത്യമായിട്ട് പാൻ നമ്പർ അടിച്ചു കഴിഞ്ഞ് വാലിഡേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴേക്ക് നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് ചോദിക്കും. പാൻ നമ്പർ വീണ്ടും കൊടുക്കുക കൃത്യമായിട്ട്. അതിനുശേഷം സർനെയിം കൊടുക്കുക. സർനെയിം എന്ന് പറയുന്നത് പാൻ നമ്പറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന 5ാമത്തെ ലെറ്റർ ഏതാണോ ആ ലെറ്റർ തുടങ്ങുന്നതായിരിക്കും. നമ്മുടെ പേരിൽ 3 ഭാഗങ്ങളുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ഭാഗം. തുടർന്ന് നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടാകണം. അപ്പർ കേസ്, ലോവർ കേസ്, അതായത് വലിയ അക്ഷരവും ചെറിയ അക്ഷരവും ആൽഫബെറ്റ്സിലുണ്ടാകണം. ഒരു ന്യൂമറൽ ഉണ്ടാകണം, ന്യൂമറൽ 1 ഒന്നിലധികമോ. പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ @, സ്റ്റാറോ പോലുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാകണം. മിനിമം 8 എണ്ണം ഉണ്ടാകണം ക്യാരക്ടർ. ഇപ്പോൾ ABCD സ്റ്റാർ 1 5 3 4 എന്നാണെങ്കിൽ അങ്ങനെ അതുണ്ടാകും. അപ്പോൾ അത്രയാണ്. അതപ്പോൾ ക്ലിയർ ആയെന്ന് കരുതുകയാണ് അല്ലേ? പാടൻ വേണ്ട, നമുക്ക് അതിൽ കാണാം. നമ്മൾ 5ാമത്തെ ഇപ്പോൾ 2 പേര് ഉള്ള ഭാഗമാണെന്ന് ഇരിക്കട്ടെ. നമ്മൾ പാൻ നമ്പർ എടുത്തപ്പോൾ അതായത് ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. നമ്മളെപ്പോഴും പാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്തായിരിക്കും പാൻ അവർ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പാന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ വെറുതെ ഇനിഷ്യൽ മാത്രം ഇട്ട് കഴിഞ്ഞാൽ അതിൽ 3 കോളങ്ങളുണ്ടാകും. സർനെയിം, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം എന്ന് പറഞ്ഞിട്ട്. ഇതിലെ 3 കോളത്തിൽ ഏതെങ്കിലും കാര്യം നമ്മൾ ഇനിഷ്യൽ മാത്രമായിട്ട് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാകും. അതിൽ സർനെയിമിൻ്റെ കോളത്തിൽ സ്റ്റാർ മാർക്ക് വരുന്നതുകൊണ്ട് അത് നിർബന്ധമാണ്. നമ്മുടെ പേരിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ സർനെയിമായിട്ട് കൊടുത്തിരിക്കും. അപ്പോൾ അത് കൊടുത്തത് ഏതാണെന്ന് പിന്നീട് നമുക്കിപ്പോൾ പാൻ അപ്ലൈ ചെയ്തപ്പോൾ കുറേ കഴിഞ്ഞായിരിക്കും നമ്മളിപ്പോൾ ഇതിൽ പോകുന്നത് രജിസ്റ്റർ ചെയ്യാനായിട്ട്. അത് ഓർമ്മിക്കുന്നതിനുള്ള എളുപ്പവഴിയാണ് ഈ പറഞ്ഞ പാൻ നമ്പർ തുടങ്ങുന്ന അക്ഷരങ്ങൾ ഇങ്ങനെയാണെങ്കിൽ APRPS ആദ്യത്തെ 5 എണ്ണം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളായിരിക്കും. അതിനൊരു കോഡുകളുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് അതായത് APRPS ആദ്യത്തെ 3 എണ്ണം ഇൻകം ടാക്സ് സൈറ്റ് സെലക്ട് ചെയ്യുന്നതും 4ാമത്തത് നമ്മൾ ആരാണെന്നുള്ളത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കപ്പാസിറ്റിയിലാണ് നമ്മൾ പാൻ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അതെല്ലാവർക്കും P ആയിരിക്കും. 4ാമത്തത് കമ്പനി ആയിട്ടാണ് നമ്മൾ പാൻ എടുത്തിരിക്കുന്നതിൽ കമ്പനികളുണ്ടാവുമല്ലോ, അവർക്ക് C ആയിരിക്കും. അങ്ങനെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നുള്ളതാണെങ്കിൽ H ആയിരിക്കും. അപ്പോഴതനുസരിച്ച് P ആയിരിക്കും 4ാമത്തത്. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുമ്പോൾ P ആയിരിക്കും. 5ാമത്തതാണ് ഞാനീ പറഞ്ഞത് നമ്മുടെ സർനെയിം. നമ്മൾ സർനെയിമിൻ്റെ അല്ലെങ്കിൽ ലാസ്റ്റ് നെയിമിൻ്റെ കോളത്തിൽ ഏത് പേരാണോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ആദ്യത്തെ അക്ഷരമായിരിക്കും 5ാമത്തെ നമ്മുടെ പാൻ നമ്പറിൽ 5ാമത്തെ. ഓക്കെ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇനി 2 സ്കീമുണ്ടെന്ന് പറഞ്ഞു. 2 സ്കീം എന്ന് പറയുന്നത് 2020 ശേഷമാണ് 2 സ്കീം വരുന്നത്. അതായത് ഇതുവരെ നിലവിലുണ്ടായിരുന്ന ഒത്തിരിയധികം ഇളവുകളും എക്സംഷനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്കീമായിരുന്നു 2020 വരെ ഉണ്ടായിരുന്നു ഒത്തിരി. അപ്പോൾ അതിൽ ഗവൺമെൻറ്റിൻ്റെ ചില താല്പര്യങ്ങളുണ്ട്. തങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യിക്കാനായിട്ട് ആഗ്രഹിക്കുന്നോ അവിടെ ആൾക്കാരെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളൊരു താല്പര്യം കൂടെ ഉണ്ടായിരുന്നു. അതാണ് കൂടുതൽ ഡിഡക്ഷൻസും എക്സംഷനും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ അതിന് പ്രേരിപ്പിക്കപ്പെടുമായിരുന്നു. 2020 വന്നതിൽ നോ എക്സംഷൻ, നോ ഡിഡക്ഷൻ, ലെസ് ടാക്സ്, കുറഞ്ഞ ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ അവതരിപ്പിച്ചത്. പക്ഷേ എങ്കിലും അതിനെ തുടർന്ന് വരുന്ന ബഡ്ജറ്റുകളിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തുകയും ഏറ്റവും അവസാനം വന്നപ്പോഴേക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ഉൾപ്പെടെ അതിലേക്ക് വരികയും ചെയ്തു. ഇതിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. പുതിയ സ്കീമിനെ സംബന്ധിച്ചിടത്തോളം ഇളവുകൾ ഒന്നുമില്ലെന്ന് ബ്ലൈൻഡായിട്ട് പറയാറുണ്ട്. അത് തെറ്റാണ്. കാരണം ചില ഇളവുകൾ, പഴയ ഇളവുകളെ പറ്റി എല്ലാവർക്കും ധാരണ ഉണ്ടാകുന്നവരാ. ഇളവുകളെ സംബന്ധിച്ചിടത്തോളം ഗ്രാറ്റുവിറ്റി അത് പുതിയ സ്കീമിലും ഇളവുണ്ട്. 20 ലക്ഷം വരെയുള്ള ഇളവുള്ളതാണ്. കാരണം ഇവിടെ പലരും ഇനി പെൻഷൻ ആകാൻ പോകുന്നവരായിരിക്കാം. അതുപോലെ തന്നെ ലീവ് സറണ്ടർ, ടെർമിനൽ ലീവ് സറണ്ടറിലും പുതിയ സ്കീമിലും ഇളവുണ്ട്. അതിന് പക്ഷേ ഒരു 5 തരത്തിലുള്ള കാൽക്കുലേഷൻ നോക്കിയിട്ട് അതിൽ ഏറ്റവും കുറഞ്ഞത്, അത് പറഞ്ഞു വരുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, എങ്കിലും വലിയൊരു ശതമാനം 70 കിട്ടാം. ചിലർക്ക് ഫുള്ളായിട്ടും കിട്ടാം. ആ ടെർമിനൽ ലീവ് സറണ്ടറിൻ്റെ അതിൽ ഇളവ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ കമ്മ്യൂട്ടേഷൻ വാല്യൂയിൽ 33.37% നമുക്ക് ഇളവ് കിട്ടുന്നുണ്ട്. 40% വരെയാണ് നമ്മുടെ കമ്മ്യൂട്ടേഷൻ പെൻഷൻ ആകുമ്പോൾ കിട്ടുന്നത്. അതിൽ 33.37 വരെയുള്ളതിന് ഇളവ് കിട്ടും. അതുകൂടാതെ വേറെ ചില ഇളവുകളൊക്കെ ഉണ്ട്. അതിൽ പലപ്പോഴും നമ്മുടെ KCB ആയിട്ട് ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ വരാറുണ്ട്. അതായത് ഈ പറയുന്ന പുതിയ സ്കീമിൽ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 10%, NPS ഉള്ളവർക്ക് 10% ഇളവ് ചെയ്യാമെന്ന് ഇതിലൊരു ക്ലോസ് വെച്ചിട്ടുണ്ട്.
ഇത് തർക്കത്തിനിടയാക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൈസ ഇടുമെങ്കിൽ KCB ഇടുന്നു എന്നുള്ളതാണ് നമ്മുടെ വിവക്ഷ. ഇടുന്നുണ്ടെന്നാണ് പറയുന്നത്, ഇടുന്നുണ്ടത്. അപ്പോഴത് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നുള്ളൂ. അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം പലയിടത്തും ചില വാക്കുതർക്കങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുള്ള കാര്യമാണിത്, പല ഡിവിഷൻ ഓഫീസുകളിൽ. ഇതേ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ വരുമാനത്തിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്നില്ല, നമ്മുടെ പേ സ്ലിപ്പിൽ വരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത് എങ്ങനെ കാണിക്കും എന്നുള്ളൊരു പ്രശ്നം അതിൽ ഉദിക്കുന്നുണ്ട്. ഇനി കൂടുതൽ ക്ലാരിഫിക്കേഷനൊക്കെ വരുമ്പോൾ ആ തലത്തിലേക്ക് വരുമോ എന്നറിയില്ല. എന്തായാലും നിലവിലുള്ള രീതി അനുസരിച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത് തന്നെയാണ്. അപ്പോഴാണ് അങ്ങനെയാണ് പുതിയ സ്കീമിലേക്ക് വരുന്നത്. കൂടാതെ ഹൗസിംഗ് ലോൺ, പുതിയ സ്കീമിലെ ഹൗസിംഗ് ലോൺ എന്ന് പറയുമ്പോൾ പഴയ സ്കീമിൽ നമുക്ക് 2 ലക്ഷം വരെ എക്സംഷൻ ഉണ്ട്. പുതിയ സ്കീമിലും ഹൗസിംഗ് ലോണിന് എക്സംഷൻ ഉള്ളത് നമ്മൾ രണ്ടാമതൊരു വീട് നമ്മൾ വെക്കുകയും ആ വീട് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്താൽ നമുക്ക് ആ ഹൗസിംഗ് ലോണിൻ്റെ എക്സംഷൻ കിട്ടും. പുതിയ സ്കീമിൽ രണ്ടാമതൊരു വീട് വെക്കുകയും ആ വീട് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, വാടകയ്ക്കാണ് കൊടുക്കുന്നതെങ്കിൽ എത്ര രൂപ വാടകയ്ക്ക് കിട്ടിയെന്നും അതിൽ കാണിക്കണം. അതും 2 ലക്ഷം വരെയുള്ള ഇൻട്രസ്റ്റും കുറവ് ചെയ്തതിന് ശേഷം ഏതാണ് നെറ്റ് എമൗണ്ട് അതിന് മാത്രമേ കിട്ടുള്ളൂ ഇളവ്. അതായത് വാടക വരുമാനം നമുക്ക് 1 ലക്ഷം ഉണ്ടെന്നിരിക്കട്ടെ, അത് കാണിച്ചേ തീരുള്ളൂ. വാടകയ്ക്ക് കൊടുക്കുന്ന വീടെന്ന് പറഞ്ഞാലോ നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ വാടക കാണിക്കണം. വാടക 1 ലക്ഷം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻകം ടാക്സിൻ്റെ ഇതിലൂടെ വീട് നിർമ്മാണത്തിൻ്റെ പലിശ 2 ലക്ഷം ആണെങ്കിൽ നമ്മൾ ഈ 1 ലക്ഷം പോയിട്ട് 1 ലക്ഷത്തിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. വാടകയ്ക്ക് കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ വാടക വരുമാനം കാണിക്കുകയും വേണം നിർബന്ധമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ചില ഇളവുകളൊക്കെ ഉള്ളത്. പിന്നെ വേറെ കുറച്ച് അപ്പോൾ ഇനി നമ്മൾക്ക് ഇൻകം ടാക്സ് ഈ ഫയൽ ചെയ്ത് നോക്കുമ്പോൾ പുതിയതാണോ ലാഭം പഴയതാണോ ലാഭം എന്ന് നോക്കാനായിട്ട് നമ്മൾ ആരുടെ അടുത്ത് പോകേണ്ട, മറ്റ് സൈറ്റുകളിൽ നിന്ന് കയറേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ HRISൽ തന്നെ അത് കൃത്യമായിട്ടുണ്ട്. HRISലുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. HRIS നമുക്ക് ഫോണിലുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ SSO പാസ്വേഡ് വഴി ഫോണിൽ കയറിയിട്ട് പോകാം. HRISലേക്ക് കയറുക. നമ്മളുടെ HRISലെ മുകളിലെ സ്ക്രീനിലെ വിൻഡോസിലെ PF വെൽഫെയർ ഫണ്ട് IT NPS എന്നുള്ള വിൻഡോ കണ്ടല്ലോ. അതിലെ എംപ്ലോയി IT സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഇയർ ഫിനാൻഷ്യൽ അടുത്ത വർഷത്തേക്കുള്ളതാണ് നമ്മൾ ഇനി ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ 2024-25 ഉണ്ട്. പ്രൊസീഡ് കൊടുക്കുന്നു. IT സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ നമ്മൾ കൊടുക്കുക. അതിലിപ്പോൾ 2 മാസത്തത് എന്തായാലും നമ്മളുടെ ഇൻകം അതിൽ സാലറി അടിച്ചു വന്നിട്ടുണ്ടാകും. ഇതുവരെ നമുക്ക് പേ ചെയ്യപ്പെട്ടത് ഇനി വരുന്നതാണ്. മെയ് മുതലുള്ളത് നമുക്ക് കിട്ടാനിരിക്കുന്നതാണ്. നമ്മളതിലൊരു അടിച്ചു കൊടുക്കുന്നു എത്രയാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് വരുന്ന മാസങ്ങളിലേക്ക് അത് കൊടുക്കുക. തുടർന്ന് വരുന്ന അരിയർ എന്തെങ്കിലും എമൗണ്ട് കൊടുക്കാം. ഫെസ്റ്റിവൽ അലവൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇതുവരെ കിട്ടാത്തതുകൊണ്ടാണ് അത് കൊടുക്കാനായിട്ട് സാധിക്കാത്തത്. ബോണസ് ഉണ്ടെങ്കിൽ ബാങ്ക് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കരുതട്ടെ. ഏതെങ്കിലും തലത്തിൽ ബാങ്ക് ഇൻട്രസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ബാങ്ക് ഇൻട്രസ്റ്റ് വരുന്നതെല്ലാം നമ്മളുടെ 26 A's റിഫ്ലക്റ്റ് ചെയ്യും. നമുക്ക് വന്നിരിക്കുന്നത് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിലും ഉണ്ടാകും. അതുകൊണ്ട് അത് നമുക്ക് ഒഴിച്ചു വെക്കാനായിട്ട് മാറ്റി വെക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ഉണ്ടാകും. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് അതർ ഇൻകം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ഇപ്പോഴേ ചിലർ പെൻഷനുള്ളവർ, വേറെ ഡിഫൻസിൽ നിന്നൊക്കെ വന്നവർക്കുള്ളവരാണെങ്കിൽ പെൻഷനുള്ളവരുണ്ടാകാം. ചിലപ്പോൾ ഡൈ ഹാർഡ്നെസ്സിൽ നമ്മൾ കയറിയവരെ സംബന്ധിച്ചിടത്തോളം ലേഡീസൊക്കെ ആണെങ്കിൽ അവർക്ക് ഫാമിലി പെൻഷൻ ഉണ്ടാകാം. അത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നമ്മൾ ഏണിംഗ് കിട്ടി. അതിനുശേഷം റീഫണ്ട് എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ശമ്പളത്തിൽ നിന്ന് എന്തെങ്കിലും റിക്കവറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിക്കുക. പ്രൊഫഷണൽ ടാക്സ് എത്ര 2500 നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 2500 എന്ന് കൊടുക്കുക. പിന്നെ ഹൗസിംഗ് ലോൺ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ ഈ വരുന്നതെല്ലാം 1.5 ലക്ഷം രൂപ മുകളിലുള്ളതാണ്. അപ്പോൾ അത് വരുന്നില്ല. ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് 2 ലക്ഷം വരെയുള്ളത് പഴയ സ്കീമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 2 ലക്ഷം വരെയുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ഇളവാണ്. സപ്പോസ് എനിക്ക് 2 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ അടിച്ചു കൊടുക്കാം. അതിനുശേഷം മറ്റു കാര്യങ്ങൾ വരുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ
ഞാൻ ഇതോടൊപ്പം ആ ഇളവും കൂടെ ഓടിച്ചു പോകുന്നതിന് വേണ്ടിയാണ് ഈ സൈറ്റ് എടുത്തത്. പ്രത്യേകമായിട്ട് നമ്മൾ ഈ ഇളവുകളെ പറ്റി പറയില്ല. അതിലെ മെഡിക്ലെയിം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, കാരണം ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യമാണ്. 25,000 വരെ നമുക്ക് ഇൻകം ടാക്സിൻ്റെ എക്സംഷൻ നമുക്ക് ലഭിക്കും. കൂടാതെ നമ്മുടെ പാരൻസിനൂടെ ഉണ്ടെങ്കിൽ, അവർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് 50,000 കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് 25,000 + 50,000. പാരൻസ് 60 വർഷത്തിന് മുകളിൽ പ്രായമുള്ള മാതാപിതാക്കളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ അത് ചേർത്ത് നമുക്ക് വേണമെങ്കിൽ 75,000 വരെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അഡീഷണൽ കോൺട്രിബ്യൂഷൻ ടു NPS. ഈ NPSകാരെ സംബന്ധിച്ചിടത്തോളം അവർ NPSലേക്ക് അവർ പൈസ അടയ്ക്കുന്നുണ്ട്. അതിൽ വേണമെങ്കിൽ ഇതിൽ 1.5 ലക്ഷത്തിൻ്റെ പരിധിയിൽ വരുന്ന PF, മറ്റ് ഹൗസിംഗ് ലോൺ പ്രിൻസിപ്പൾ അതിലൊക്കെ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. അതിൽ 1.5 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ NPSകാർക്ക് 50,000 വരെ ഇവിടെയും കാണിക്കാം. ഇതെന്ന് പറയുമ്പോൾ 1.5 ലക്ഷത്തിന് പുറത്തുള്ളതാണ്. നേരത്തെ പറഞ്ഞ 1.5 ലക്ഷം, അതായത് ഇതിന് താഴേക്ക് വരുന്നുണ്ട് ആ സ്ക്രീൻ, അതായത് PF, LIC, ഹൗസിംഗ് ലോണിൻ്റെ നിർമ്മാണം, പ്രിൻസിപ്പൽ എമൗണ്ട്, ഇതൊക്കെ ചേർക്കുന്നത് 1.5 ലക്ഷം അതിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ NPSകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 50,000 രൂപ വരെയുള്ള തുക ഇവിടെ കാണിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ സർക്കാരിൻ്റെ പെൻഷൻ ഫണ്ടിൽ നിക്ഷേപിച്ചാലും നമുക്ക് 50,000 അവിടെ കാണിക്കാനായിട്ട് സാധിക്കും. പിന്നെ മറ്റ് ഇളവുകൾ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോഴേ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കൊടുക്കുന്ന സംഭാവന, ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടൊക്കെ വരുന്നുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, അങ്ങനെ പ്രധാനമന്ത്രിയുടെ റിലീഫ് ഫണ്ട്, ഇതിലേക്കൊക്കെ കൊടുക്കുന്നതൊക്കെ അവിടെ ചേർക്കാനായിട്ട് സാധിക്കും. അപ്പം അതാണ് ആ ഭാഗത്തേക്ക് വരുന്ന ആ ഒരു കോളങ്ങളിൽ മൊത്തം വരുന്നത്. ഈ 1.5 ലക്ഷത്തിന് മേളിലുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ ഫില്ല് ചെയ്യുന്നത്. 1.5 ലക്ഷം നമ്മൾ ഇളവുള്ളത് LIC, PF മുതലായവയ്ക്ക് പുറമെ അഡീഷണലായിട്ട് കിട്ടുന്നതാണ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത ഭാഗം. ഇനി ഇതിന് താഴേക്ക് വരുന്നത് നമ്മളുടെ LIC, PF അതെല്ലാമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. PF നമുക്ക് ഇത്രയും നാളിനുള്ളിൽ അത് എത്ര വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് കൊടുക്കാം, കൂടുതലായിട്ട് അടച്ച തുക കൊടുക്കാവുന്നതാണ്. ചിലർക്ക് അത് ചിലപ്പോൾ 1.5 ലക്ഷത്തിന് മേലെ എന്തായാലും തന്നെ വന്നിരിക്കും. അതെല്ലാം കൊടുക്കുന്നു. ഹൗസ് ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ട്യൂഷൻ ഫീ കുട്ടികളുടെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പക്ഷേ എത്രയൊക്കെ കൊടുത്താലും ആ ഭാഗത്ത് നമുക്ക് 1.5 ലക്ഷം വരെ കിട്ടുള്ളൂ. ഇതെല്ലാം കൂടി നമുക്ക് 5 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വരുമ്പോൾ കണക്കെടുത്ത് വരുമ്പോഴേക്ക് 5 ലക്ഷം വരികയുള്ളൂ. ട്യൂഷൻ ഫീ ഒരു 25,000 കൊടുത്തു. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്നുണ്ടല്ലോ, അത് വന്നോ, കോളം വന്നോ ഇവിടെ? സോറി, അത് പറയാൻ മറന്നുപോയി. 2 സ്കീമിലും നമുക്ക് 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. അത് സർക്കാർ ഗവൺമെന്റ് ജീവനക്കാർക്ക് ഇൻകം ടാക്സ് തരുന്നൊരു ഇളവാണ്. ഡിഡക്റ്റ് 50,000 ബ്ലൈൻഡ് ആയിട്ട് എല്ലാവർക്കും ഡിഡക്റ്റ് ചെയ്യാം. ഏതൊരു എംപ്ലോയിക്കും, ജീവനക്കാരനാണെങ്കിൽ, സർക്കാർ ജീവനക്കാരനാണെങ്കിൽ അയാൾക്ക് 50,000 പുതിയ സ്കീമിലും കുറക്കാം, പഴയ സ്കീമിലും കുറക്കാം. ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇപ്പോൾ വന്നതല്ല. ഇപ്പം നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ടാവും കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഇല്ലായിരുന്നല്ലോ ഒന്ന്. ഇടയ്ക്കിപ്പോൾ സർക്കാർ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു, ഇടയ്ക്കത് എടുത്തു കളഞ്ഞു, വീണ്ടും വന്നിരിക്കുന്നതാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 അത് ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്, കൃത്യമായിട്ട് കിട്ടിയിരിക്കും എല്ലാവർക്കും. അല്ലല്ല, ഈ 50,000 കുറയ്ക്കുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മളുടെ നെറ്റ് സാലറി കണ്ടതിന് ശേഷം, അതായത് ബാക്കിയെല്ലാം കുറവെല്ലാം കുറച്ചതിന് ശേഷം 50,000 കൂടെ കുറക്കും. ഞാൻ പറഞ്ഞല്ലോ 1.5 ലക്ഷം വരെ ഉള്ളതാണ് നമ്മുടെ ഏണിങ്സിൽ PF, LIC അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇത് എത്രയുണ്ടെങ്കിലും നമുക്ക് 1.5 ലക്ഷം കുറയ്ക്കുള്ളൂ. പക്ഷേ ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ്, പലിശ, പിന്നെ അതോടൊപ്പം തന്നെ വരുന്ന NPSലേക്കുള്ള അഡീഷണൽ വിഹിതം, ഇതെല്ലാം കുറയ്ക്കുന്നത് നേരിട്ട് പിന്നെ അതിൽ നിന്ന് കുറയ്ക്കണം. ഈ 1.5 ലക്ഷത്തിൻ്റെ ലിമിറ്റിൽ വരുന്നതല്ല, അതിന് പുറമേക്കാണ് ഇതെല്ലാം. അതിൽ ആ പുറമേക്ക് വരുന്നതിലാണ് 50,000 കൂടി നമുക്ക് ബ്ലൈൻഡായിട്ട് കുറയ്ക്കാം. 1.5 ലക്ഷത്തിൻ്റെ ഏണിങ്ങിൽ വരുന്നതല്ല ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അത് നെറ്റ് സാലറി ബാക്കി എല്ലാ ഇളവുകളും കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 50,000 നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കൊടുക്കുക. അപ്പോഴേക്കും എൻ്റെ ടാക്സബിൾ ഇൻകം 8,70,000 ആയിട്ട് മാറിയിട്ടുണ്ട്. ടാക്സ് ഡയറക്റ്റ്ലി പെയ്ഡ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് ബാങ്കുകാർ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കോളത്തിൽ അത് കാണിക്കാം. കാരണം ചില പലിശയ്ക്കായിട്ട് ബാങ്കുകാർ പിടിക്കാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ കാണിക്കാനായിട്ട് സാധിക്കും. റിലീഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 10, അതായത് പേർവിഷ അരിയറൊക്കെ വരുമ്പോൾ റിലീഫ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ തുടക്കത്തിൽ വെദർ ഓപ്റ്റിംഗ് ഫോർ ടാക്സ് അണ്ടർ സെക്ഷൻ 115 BAC എന്നുണ്ട്. ഈ 115 BAC എന്ന് പറയുന്നത് പുതിയ
ടാക്സ് റിഗെയിമ, പുതിയ റിഗെയിമാണ് 1.5. അതിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യെസ് കൊടുക്കുക, യെസ് കൊടുത്താൽ മതി. അതല്ല പഴയതിലാണ് പോണതെങ്കിൽ നോ കൊടുക്കണം. പഴയതിലാണ് പോകണമെങ്കിൽ നോ കൊടുക്കണം. നമുക്ക് ആദ്യം വേണമെങ്കിൽ ഇതിൽ പഴയതിലൊന്ന് പോവാം. ഈ വരുമാനം വെച്ചുകൊണ്ട് പഴയതിലേക്കൊന്ന് പോകാം. നോ കൊടുത്തു. താഴെ വന്നിട്ട് നേരെ കാൽക്കുലേറ്റ് ഇൻകം ടാക്സ്. നെറ്റ് സ്ലോ ആണ്, അതാണ് റേഞ്ച് കുറവാണ്. പോയി. അത് കാൽക്കുലേറ്റ് കൊടുത്തു. ഇത്ര ഓർത്തിരുന്നാൽ മതി. അത് കാൽക്കുലേറ്റ് കൊടുക്കുമ്പോൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ നോ കൊടുത്തു കഴിഞ്ഞാൽ പഴയ റിഗീമിൽ എത്രയാണ് ടാക്സ് നിങ്ങൾക്ക് കാണാം. വീണ്ടും നമ്മൾ കാൽക്കുലേറ്റ് കൊടുത്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യാതിരുന്നാൽ മതി. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിവിഷൻ ഓഫീസിലെ എസ് ഐക്ക് കാണാവുന്ന തലത്തിലേക്ക് പോകും. വീണ്ടും പോയിട്ട് നോ കൊടുക്കുവാണെങ്കിൽ പഴയതിൽ കാണാം, എസ് കൊടുത്താൽ പുതിയതിലും കാണാം. ഇതാണ് ക്ലിയർ അല്ലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? അതായത് നമ്മൾ സൈറ്റിൽ കയറി ഇൻകം ടാക്സ് സൈറ്റിൽ കയറി നോക്കണമെന്നില്ല. നമ്മുടെ HRIസിൽ തന്നെ രണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് തീരുമാനത്തിലെത്താം പുതിയതാണോ ഭേദം, പഴയതാണോ ഭേദം എന്ന്. പെൻഷൻകാർക്ക് HRIസ് കിട്ടാത്തതുകൊണ്ട് പെൻഷൻ്റെ വന്നോന്ന് അത് പറ്റുമായിരിക്കും. നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ എത്ര തവണ വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എത്ര തവണ വേണമെങ്കിലും കൂട്ടിയും കുറച്ചും ഏണിങ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ പരിശോധിച്ച് നോക്കാം. വീണ്ടും കൊടുക്കുക. പുതിയ സ്കീമിൽ അടിച്ച് നോക്കുക. എസ് കൊടുത്താൽ പുതിയ സ്കീമിൽ വരും, നോ കൊടുത്തു കഴിഞ്ഞാൽ പഴയ സ്കീമിൽ വരും. ഇതാണ് ടാക്സ്. ഇനി അതിനുശേഷം നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലേക്ക് ഒന്ന് പെട്ടെന്ന് പോവാം. സമയമായോ സാറേ? റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ്. ഇൻകം ടാക്സ് .gov.in എന്ന സൈറ്റിലേക്ക് പോകുന്നു. ഇതിന് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ലോഗിനിൽ പോയാൽ മതി. കാണുന്നുണ്ടല്ലോ ലോഗിൻ ബട്ടൺ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡ് കോർണറിൽ ലോഗിൻ ഉണ്ട്. യൂസർ ID ആയിട്ട് നമ്മളുടെ പാൻ നമ്പറാണ് യൂസർ ID. ഓർത്തിരിക്കുക, യൂസർ ID നമ്മുടെ പാൻ നമ്പറാണ്. എനിക്കറിയാവുന്ന ഒരു പാൻ നമ്പർ ഞാൻ കൊടുത്തു. അതിൽ കണ്ടിന്യൂ ബട്ടൺ വന്നു. നിങ്ങളുടെ പാൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കണ്ടിന്യൂ ബട്ടൺ വരും. കണ്ടിന്യൂ എടുത്തു കഴിയുമ്പോൾ നോക്കുക, ലോഗിൻ, പാൻ നമ്പർ വന്നു, സെക്യൂർ ആക്സസ് മെസ്സേജ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളവിടെ ഇപ്പോൾ പ്രൗഡ് ടു ബി ഇന്ത്യൻ രജിസ്റ്റർ ചെയ്തപ്പോൾ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് ഇവിടെ വരും. ഞാനത് കൊടുക്കാതിരുന്നുകൊണ്ടാണ് ലോഗിൻ എന്ന് മാത്രമാണ് ഇവിടെ ഇത് കാണുന്നത്. നമ്മൾ എന്ത് കൊടുത്തു? അപ്പോൾ നമ്മുടെ സൈറ്റ് തന്നെ ഒഫീഷ്യൽ സൈറ്റാണ്. നമുക്ക് പെട്ടെന്നുകൂടെ ഒന്ന് ഉറപ്പുവരുത്തുന്നതിന്, അക്ഷര ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സാധനം ഉള്ളത്. അന്നങ്ങനെ കൊടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ ആ മെസ്സേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടേതായെന്ന്. അതിനുശേഷം കൺഫേം, ഇത് തന്നെയാണെന്നുള്ളത് കൺഫേം ചെയ്യുക, ലോഗിൻ എന്നുള്ളത് തന്നെയാണെന്നുള്ളത്. ഇനി നമ്മുടെ പാസ്വേഡ് കൊടുക്കുക. നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 8 മുതൽ 14 ഡിജിറ്റ് വരെയുള്ള പാസ്വേഡ് അതിവിടെ അടിച്ചു കൊടുക്കുക. പാസ്വേഡ് കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഈ സ്ക്രീനിലേക്കാണ് വരുന്നത്. ഈ സ്ക്രീനിൽ വരുമ്പോൾ ഫയൽ നൗ ഉണ്ട്, റെസ്യൂം ഫയലിംഗ് ഉണ്ട്. കാണുന്നുണ്ടല്ലോ, റെസ്യൂം ഫയലിംഗ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തി പോയിട്ടുണ്ടാകും. ഇടയ്ക്ക്
ഓക്കെ. ഫയൽ നൗ ഉണ്ട്, റെസ്യൂം ഫയലിംഗ് ഉണ്ട്. റെസ്യൂം ഫയൽ വരുന്ന നമ്മൾ ഇടയ്ക്ക് ഏതെങ്കിലും സമയത്തൊന്ന് ഫയൽ ചെയ്ത് ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കയറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അടുത്ത തവണ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ റെസ്യൂം ഫയലിൽ എന്തെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ഫയൽ നൗ കൊടുക്കുകയാണ്. അടുത്ത സ്ക്രീൻ വരുന്നത് സെലക്ട് അസസ്മെന്റ് ഇയർ. ഫിനാൻഷ്യൽ ഇയറിന്റെ തൊട്ടടുത്തുള്ള വർഷമാണ് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ വർഷത്തെ സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കടന്നു പോകുന്നത് 2024-25 അപ്പോൾ അസസ്മെന്റ് ഇയറെ സംബന്ധിച്ചിടത്തോളം അടുത്തതായിരിക്കും വരുന്നത്. നെറ്റ് സ്ലോ ആണ്. ഓക്കെ. അടുത്ത് വരുമ്പോൾ കറണ്ട് അസസ്മെന്റ് ഇയർ 24-25. സോറി, ഈ ഇൻകം ടാക്സിൽ കാണുന്നത് നമ്മൾ കഴിഞ്ഞ വർഷത്തതാണ് നമ്മളിപ്പോൾ ഫയൽ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, അസസ്മെന്റ് ഇയർ സാമ്പത്തിക വർഷത്തിന്റെ തൊട്ടടുത്തുള്ള വർഷമായിരിക്കും അസസ്മെന്റ് ഇയർ. നമ്മൾ ഇപ്പോൾ ഇൻകം ടാക്സിന്റെ സൈറ്റ് ഇപ്പോൾ ഓപ്പൺ ആണ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഫയൽ ചെയ്യുന്നതിനായിട്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഇപ്പോൾ ഓപ്പൺ ആണ്. പല സെക്ഷനുകളിലും ഫോം 16 തയ്യാറാകാത്തത് കൊണ്ടാണ് നമുക്ക് ഫയൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. അല്ലെങ്കിൽ അതിന്റെ സമയമായിട്ടില്ല അവർ സെക്ഷൻ ഓഫീസുകൾ ഡിവിഷൻ ഓഫീസുകളെ സംബന്ധിച്ചിടത്തോളം അത് ഫോം 16 ഇഷ്യൂ ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ അസസ്മെന്റ് ഇയർ ആയിട്ട് ഇവിടെ കാണിക്കുന്ന 24-25 ഈ വർഷമാണ്. യഥാർത്ഥം നമ്മൾ കൊടുക്കുന്ന ഇതിന്റെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തതാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. അസസ്മെന്റ് ഇയർ എപ്പോഴും അടുത്ത വർഷമായിരിക്കും. അങ്ങനെയാണല്ലോ ഒരു സാമ്പത്തിക വർഷം ചേർന്ന് കഴിഞ്ഞ ഫയൽ നൗ കൊടുക്കുന്നു. അസസ്മെന്റ് ഇയർ 24-25 അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തതാണ് നമ്മൾ ഫയൽ ചെയ്യാൻ പോകുന്നത്. കറണ്ട് അസസ്മെന്റ് ഇയർ എപ്പോഴും 2024-25 ഈ വർഷം നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ സെലക്ട് മോഡ് ഓഫ് ഫയലിംഗ് ഉണ്ട്. അത് ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്. നമ്മൾ സൈറ്റിൽ കയറി എന്ത് രജിസ്റ്റർ ചെയ്താലും നമ്മൾ അതിൽ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവസാനം സബ്മിറ്റ് ചെയ്യുന്നവരെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ അവസരമുണ്ട്. അതുകൊണ്ട് തെറ്റിപ്പോകുന്നതിനെ ഓർത്ത് വിഷമിക്കുക വേണ്ട. ഏറ്റവും നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഓൺലൈൻ ഫയൽ ചെയ്യുന്നതാണ്. ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ITR 1 ആണ്. നമ്മൾ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ITR 1 ആണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. അതിൽ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് കൊടുക്കാം. നമ്മൾ പുതിയതായിട്ട് ഫയൽ ചെയ്യണം. അതായത് നേരത്തെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നോക്കേണ്ട കാര്യമില്ല. ഈ വർഷം ന്യൂ ഫയലിംഗ് കൊടുത്തു.
അടുത്ത സ്ക്രീൻ വരുന്നത് ഇൻഡിവിജ്വൽ HU ഓഫ് അതേഴ്സ്. ഇൻഡിവിജ്വൽ ആണ് നമ്മളുടേത്. അത് ഡിഫോൾട്ടായിട്ട് അതായിരിക്കും കിടക്കുന്നത്. അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുക. കണ്ടല്ലോ, ഇവിടെ ഇൻഡിവിജ്വലിന്റെ നേരെ മാർക്കുണ്ട്. ഓൾറെഡി ഡിഫോൾട്ടായിട്ട് അങ്ങനെ ഓട്ടോമാറ്റിക്കലി അത് ഉണ്ടാകുന്നതാണ്. കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ യു നീഡ് ടു ചൂസ് ITR ഫോം എന്ന് പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പോവുകയാണെങ്കിൽ പ്രൊസീഡ് കൊടുക്കേണ്ട കാര്യത്തിൽ ITR 1 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ITR 1 സെലക്ട് ചെയ്യുക. നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ITR 1 ആണ്. വിവിധ വിഭാഗങ്ങൾക്കായിട്ട് വിവിധ തരത്തിലുള്ള ITR ഉണ്ട്. ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ITR 2 ആയിരിക്കാം, മറ്റ് വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളതായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ITR 1 ആണ്. ITR 1 സെലക്ട് ചെയ്തു. പ്രൊസീഡ് വിത്ത് ITR 1 ക്ലിക്ക് ചെയ്തു. അടുത്ത സ്ക്രീൻ ഇങ്ങനെ വരികയാണ്. അതൊന്ന് വായിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നീല ഇതിലെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതാണ്. നമുക്ക് പ്രൊസീഡ് ആയിട്ട് പോകാവുന്നതാണ്. ലെറ്റസ് ഗെറ്റ് സ്റ്റാർട്ടഡ് അതിൽ കൊടുക്കുക. ഇത് വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള ചില റീസണുകളാണ് ഇവിടെ ചോദിക്കുന്നത്. ഒന്നാമതായിട്ട് ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ്. ബേസിക് എക്സംപ്ഷൻ ലിമിറ്റിന് മേളിലാണെങ്കിൽ, അതായത് 2.5 ലക്ഷമാണ് പഴയ സ്കീമാണെങ്കിൽ 2.5 ലക്ഷം വരെയാണ് ടാക്സ് ഇല്ലാത്തത്. 5 ലക്ഷം വരെ ഇല്ല, പക്ഷെ അത് റിബേറ്റ് ഉള്ളത് കൊണ്ടാണ്. അതല്ലെങ്കിൽ അവർ പറയുന്ന ലിമിറ്റ് 2.5 ലക്ഷമാണ്, ടാക്സ് ഇല്ലെന്ന് പറയുന്നത്. പുതിയ സ്കീമിനെ സംബന്ധിച്ചിടത്തോളം 7 ലക്ഷമാണ് പറയുന്നത്. പക്ഷേ അവിടെ 3 ലക്ഷം വരെയാണ് ടാക്സ് ഇല്ല എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന കാറ്റഗറിക്ക് മുകളിലാണെങ്കിൽ, പഴയ സ്കീമിലാണെങ്കിൽ 2.5 ലക്ഷത്തിന് മേളിലും പുതിയ സ്കീമിലാണെങ്കിൽ 3 ലക്ഷത്തിന് മേളിലും വരുമാനം ടാക്സബിൾ ഇൻകം ഉള്ളവർ അത് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ്. രണ്ടാമത് വരുന്നത് ചിലപ്പോൾ ഇത്രയും ടാക്സബിൾ ഇൻകം ഇല്ലെങ്കിലും നമ്മുടെ കറണ്ട് ചാർജ് ഒരു വർഷം 1 ലക്ഷത്തിന് മേലാണെങ്കിൽ, അല്ലെങ്കിൽ വിദേശത്ത് പോയതിൻ്റെ ചിലവ് 2 ലക്ഷം രൂപ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മറ്റ് ചില കാറ്റഗറിയിൽപ്പെട്ടതാണ് കാര്യങ്ങൾ പറയുന്നത്. ഇതൊന്നും അല്ലെങ്കിൽ അതേഴ്സും കൊടുക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം പേർക്കും വരുന്നത് ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ് ഈ പറയുന്നതാണ്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുന്നു. ഒരു വാണിംഗ് വരുന്നു, ഇൻകം ടാക്സ് ITR പ്രീ ഫിൽഡ് ബേസ്ഡ്. അതായത് ഇവിടെ പ്രീ ഫിൽ ചെയ്ത കുറച്ച് നമ്മൾ ഇനി ഈ സ്ക്രീനിലേക്ക് പോകുമ്പോൾ നമ്മുടെ എംപ്ലോയർ, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡിവിഷൻ ഓഫീസുകളിൽ നിന്നോ മറ്റു അല്ലെങ്കിൽ ARUവിൽ നിന്ന് ഇൻകം ടാക്സിലേക്ക് ഓരോ തവണ നമ്മുടെ TDS അടയ്ക്കുമ്പോൾ അവർ കുറേ ഡീറ്റെയിൽസ് കൊടുക്കും. ആ മാസം വരെ നമുക്ക് തന്ന ശമ്പളം എത്ര, അതിനനുപാതികമായിട്ട് പിടിച്ച ടാക്സ് എത്ര, ഇത്തരം കാര്യങ്ങളൊക്കെ ഓൾറെഡി സൈറ്റിലുണ്ട്. അതാണ് പറയുന്നത്. ഇത് നമ്മളിപ്പോൾ ഈ സൈറ്റിലേക്ക് പോകുമ്പോൾ ഇതുവരെ നമ്മുടെ ഡിവിഷൻ ഓഫീസുകളിൽ നിന്നോ ARUവിൽ നിന്നോ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ ഇതിലുണ്ടാകും. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ലാസ്റ്റ് ക്വാർട്ടറിൽ അത് ഇപ്പോഴും അപ്ഡേറ്റ് ആയിട്ടുണ്ടായില്ല. അതിന് സമയമുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതുവരെയുള്ള വിവരങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഫ്രീ ഫിൽഡ് ഡേറ്റ അതിലേക്ക് നമുക്ക് പോകാൻ കാണാം. ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അടുത്ത സ്ക്രീൻ വരുന്നത് 5 ബോക്സുകളാണ്. ഒന്ന് പേഴ്സണൽ ഇൻഫർമേഷൻ, രണ്ടാമത്തത് ഗ്രോസ് ടോട്ടൽ ഇൻകം, 3 ടോട്ടൽ ഡിഡക്ഷൻ, 4 ടാക്സ് പെയ്ഡ്, 5 ടാക്സ് ലയബിലിറ്റി. ഈ 5 സാധനങ്ങളും നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ടാക്സ് ഫയലിംഗ് പൂർത്തിയാകുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ എടുക്കുകയാണ് പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന ബോക്സ് എടുത്തു, ക്ലിക്ക് ചെയ്തു. ഇപ്പം ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേയധികം പേഴ്സണൽ ഇൻഫർമേഷൻസ് ഉണ്ട്. പാൻ നമ്പറും മറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും മുൻകാലങ്ങളിൽ നമ്മൾ ഫയൽ ചെയ്തതനുസരിച്ചുള്ള നമ്മുടെ പേരും മറ്റു കാര്യങ്ങളുണ്ട്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ നമ്മൾ വരുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. അത് കൊടുക്കുക. അതിനുശേഷം ഫയലിംഗ് സെക്ഷനിൽ ഫയൽ അണ്ടർ സെക്ഷൻ 139(1) റിട്ടേൺ ഫയൽ ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റ്. ഇത് ഡിഫോൾട്ടായിട്ട് അവിടെ ഉണ്ടാകും. അത് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. പെട്ടെന്ന് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേതെങ്കിലും സെലക്ട് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം റിട്ടേൺ ഫയൽ ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റ് ആണ്. അത് അവിടെ ഉണ്ടാകും. ഓൾറെഡി ഇൻകം ടാക്സ് സെലക്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ്. അത് തന്നെ മതി. സെലക്ട് ചെയ്യണമെന്നില്ല. അത് തന്നെയാണ് സെലക്ട് ആയിട്ട് കിടക്കുന്നത്. ശേഷം വരുമ്പോൾ നമ്മൾ ആപ്ലിക്കബിൾ അല്ല, ഗ്രേ ഫീൽഡിലുള്ളത്, ഫെയ്ഡ് ആയിട്ടുള്ളത്. അതിനുശേഷം വരുന്ന ഡു യു വിഷ് ടു എക്സസൈസ് ഓപ്ഷൻ അണ്ടർ സെക്ഷൻ 115 BAC ഓഫ് ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് ന്യൂ ടാക്സ് സ്ട്രീം. നമുക്ക് പുതിയ ടാക്സ് സ്ട്രീമിൽ നിന്ന് പുറകോട്ട് പഴയതിലേക്ക് പോകണമെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ HRISൽ കൊടുത്ത ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. 2 ഓപ്പോസിറ്റ് ചോദ്യങ്ങളാണ്. ഇവിടെ ഈ പുതിയതിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പുതിയതിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട, പുതിയത് മതി എന്നുള്ളവരെ ഇവിടെ നോ കൊടുക്കേണ്ടത്.
അവിടുത്തെ ചോദ്യം തിരിച്ചായിരുന്നു, നിങ്ങൾ ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത്? 115 ആണോ എന്നാണ് ചോദിച്ചതെങ്കിൽ പുതിയതാണെങ്കിൽ യെസും, പഴയതാണെങ്കിൽ നോയും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡു യു വിഷ് ടു എക്സസൈസ് ഓപ്ഷൻ അണ്ടർ സെക്ഷൻ 115 BSc എന്നുള്ള, അതിൽ നിന്ന് പുറത്ത് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്നാണ് നമ്മൾ കൊടുക്കുന്നതിൽ. ഇൻകം ടാക്സ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും പുതിയതിലേക്ക് വരണമെന്നാണ് അവരുടെ ആഗ്രഹം, പുതിയ റിഗമയിലേക്ക് പോകണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡിഫാൾട്ടായിട്ട് അവർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നോയാണ്. അതായത് നമുക്ക് പുതിയത് മതി, പഴയതിലേക്ക് പോകണ്ട എന്ന അർത്ഥത്തിലാണ്. പഴയതിലേക്ക് പോകണമെന്നുള്ളവർ, നമ്മൾ പഴയ സ്കീം അനുസരിച്ചാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഇവിടെ മാറ്റി ക്ലിക്ക് ചെയ്ത് യെസ് ആക്കണം. യെസ് ആക്കണം. പഴയതിനെ സംബന്ധിച്ചിടത്തോളവർ യെസ് ആക്കുക, എങ്കിൽ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഏത് വെച്ച് പോകണോ, ഇത് പുതിയത് വേണോ പഴയത് വേണോ, അതിനനുസരിച്ചായിരിക്കും സ്ക്രീൻ വരുന്നത്. പഴയതെല്ലാം ചെയ്യുന്ന സ്ഥിതിക്ക് പുതിയത് നോക്കിയാൽ പോരെ. മാറി മാറി നമുക്ക് ഓപ്റ്റ് ചെയ്യാം. എല്ലാ കാറ്റഗറികളും പറ്റില്ല. പക്ഷേ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം പുതിയതും പഴയതും ഏതാണോ മെച്ചം എന്നുള്ളത് മാറി മാറി എടുക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ ഡിവിഷൻ ഓഫീസിലെ നമ്മുടെ ARUവിൽ പറഞ്ഞിരിക്കണം ഏതിനനുസരിച്ചാണ്. ടാക്സിൽ വ്യത്യാസം ഉണ്ടാകും, നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ഏതാണെന്ന് അവരോട് പറയണം. കഴിയുന്നത് മിക്കവാറും ARUs നമുക്ക് പ്രയോജനപ്രദമായതായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ ഒരു ഈസിയുണ്ട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഹൗസിംഗ് ലോൺ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തരൂ എന്ന് പറഞ്ഞ് നമ്മുടെ പുറകെയൊക്കെ നടക്കണമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഹൗസിംഗ് ലോൺ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് നേരെ പോയി ഏതിൽ ചെയ്യാം, പുതിയത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. അതേ പഴയ നിങ്ങൾ ഹൗസിംഗ് ലോൺ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല, അതിൻ്റെ അർത്ഥം നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് സാറേ ഫൈനലായിട്ടുള്ളതൊന്ന് തരണം, അപ്പോഴൊന്ന് നോക്കാനായിട്ട് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സംഭവിച്ചത്, ഞാൻ ഡിസംബർ വരെ അടച്ചപ്പോൾ തന്നെ എനിക്ക് 20,000 രൂപയോളം പുതിയ സ്കീം അനുസരിച്ച് ചെയ്തപ്പോൾ എനിക്ക് തിരിച്ച് കിട്ടാനുണ്ട്, റിട്ടേൺ ഉണ്ട്, എനിക്ക് കിട്ടും. പിന്നെ ഞാൻ ജനുവരി ഫെബ്രുവരി അടച്ചില്ല. അതായത് ഇത് പക്ഷെ ഇതുകൊണ്ട് പുതിയതാണ് ലാഭമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും ടാക്സബിൾ ഇൻകം കണക്കാക്കുന്നത് ഈ കിഴിവുകളെല്ലാം മാറ്റിയതിന് ശേഷമാണ് ടാക്സബിൾ ഇൻകം കണക്ക് കൂട്ടുന്നത്. ഇപ്പോഴേ 7 ലക്ഷം രൂപ വരെയുള്ള ഒരാൾ, അല്ലെങ്കിൽ 7.5 ലക്ഷം രൂപ വരെയുള്ള ഒരാൾ, അയാൾക്ക് ഒരു സേവിങ്ങും ഇല്ലെങ്കിൽ അയാൾക്ക് ബ്ലൈൻഡ് ആയിട്ട് പുതിയ സ്കീം സെലക്ട് ചെയ്യാം. കാരണം 7.5 ലക്ഷമാണെങ്കിൽ ടാക്സബിൾ ഇൻകം 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും പോയിട്ട് 7 ലക്ഷത്തിന് ടാക്സ് ഇല്ല, ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ 7 ലക്ഷം രൂപ വരെയാണുള്ളതെങ്കിൽ ടാക്സ് കുറവ്. അത് തന്നെയല്ല, പുതിയതും പഴയതും തമ്മിലൊരു വ്യത്യാസം. പഴയതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണിക്കാം, ടാക്സിന്റെ സ്ലാബുകളിൽ വ്യത്യാസമുണ്ട്. 10 ലക്ഷത്തിന് മേളിൽ വരുമ്പോൾ തന്നെ 30% പോകും. പുതിയതിനെ സംബന്ധിച്ചിടത്തോളം 15 ലക്ഷം എത്തിക്കഴിയുമ്പോഴാണ് 30% പോകുന്നത്. ആ ഒരു വ്യത്യാസം. അതുകൊണ്ടാണ് ചില ഇളവുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്ത് തന്നെ നോക്കണമെന്ന് പറയുന്നത് എല്ലാവരും സംബന്ധിച്ചിടത്തോളം. അപ്പോഴേ അത് മനസ്സിലായുള്ളൂ. നമ്മളപ്പോൾ പുതിയതിലേക്ക് പോവുകയാണ്. അതിന് താഴെ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്കുണ്ടാകും. ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെയാണ് നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് ഓൾറെഡി ഇൻകം ടാക്സിൻ്റെ കയ്യിലുള്ള ഒരെണ്ണം വരും, പാനുമായിട്ട് ബന്ധപ്പെട്ടത്.
അത് നോക്കുക. റിട്ടേൺ ഫയൽ ഡു യു വാണ്ട് മോർ ബാങ്ക് അക്കൗണ്ട്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. കൺഫേം കൊടുക്കാം. ഇതുവരെ കൊടുത്തത് കൺഫേം ആയി. അപ്പോഴേ പേഴ്സണൽ ഇൻഫർമേഷൻ വിഭാഗം കൺഫേം ആയി. അതിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല. രണ്ട് കാര്യങ്ങളെ പ്രധാനമായിട്ട് കൊടുക്കുന്നുള്ളത്, ഒന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത്, പുതിയതാണോ പഴയതാണോ എന്നുള്ളത്. ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് 115 എന്ന് ചോദിക്കുമ്പോൾ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നില്ല, പുതിയതിലാണ് നമ്മളെന്നുള്ളതാണ് അർത്ഥം. അതാണ് ഞാനിപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത ഗ്രോസ് ടോട്ടൽ ഇൻകം ആ സ്ക്രീനിലേക്ക് വരികയാണ്, രണ്ടാമത്തത്. അത് നമ്മൾക്ക് കുറച്ച് ചോദ്യങ്ങൾ അതിന് ആ ഭാഗത്തിലേക്ക് പോകുമ്പോഴുണ്ട്. ആർ യു എലിജിബിൾ ടു ക്ലെയിം എക്സംഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എക്സ്പെൻഡിച്ചർ എൻകേർഡ് ഓൺ കോസ്റ്റ് ഓഫ് ട്രാവൽ, ടൂർ, ട്രാൻസ്ഫർ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സംഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് കൊടുത്തു. അടുത്ത ചോദ്യം, ആർ യു എലിജിബിൾ ടു ക്ലെയിം എക്സംഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ട്രാൻസ്പോർട്ട് അലവൻസ് ടു കണ്ടിന്യൂ, അത് ചോദിച്ചു, അത് നോ കൊടുത്തു. എലിജിബിൾ ടു ക്ലെയിം അതർ എക്സംഷൻ ഫ്രം സാലറി ഇൻകം എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് എസ് കൊടുത്തോളൂ, കുഴപ്പമില്ല. ഇവിടെ എന്തും കൊടുക്കാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും താഴെ ഒരു ചോദ്യമുണ്ട്, എസ് കൊടുക്കേണ്ടി വരുന്ന നമുക്ക് ഞാൻ പുതിയതാണ് ഓപ്റ്റ് ചെയ്തിരുന്നത് കേട്ടോ, അതനുസരിച്ചുള്ള സ്ക്രീനുകളാണ് വരുന്നത്. കണ്ടിന്യൂ കൊടുക്കുക. അവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ ഇൻകം ടാക്സിന്റെ കയ്യിലുള്ള വിവരങ്ങളെല്ലാം ഈ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും. നമ്മളുടെ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് നാളിതുവരെ ഇൻകം ടാക്സിന്റെ കയ്യിലുള്ള വിവരങ്ങളാണ് ഇതിൽ കാണുന്നത്. അതിൽ തന്നെ ഇതെല്ലാം കൃത്യമാകണമെന്നില്ല. ഇപ്പൊ ഈ സമയത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജീവനക്കാരെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ക്വാർട്ടറിലെ പലതും